നമസ്കാരം. ഇന്ന് ഡിജിറ്റൽ ലോകം നിരവധി സാധ്യതകൾ തുറന്നു വയ്ക്കുന്നു. ആത്മീയപരമായ കാര്യങ്ങളിലും ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് എല്ലാ തരത്തിലും ദൈവം വെളിപ്പെടുത്തി തന്ന എല്ലാ മാർഗത്തിലൂടെയുമുള്ള സുവിശേഷ പ്രഘോഷണം സാധ്യമാകുന്നത്. ഞാൻ പ്രേക്ഷകർക്ക് അത്തരത്തിലൊരു ശുശ്രൂഷ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സാൻഡോ ആപ്പിനെ കുറിച്ചാണ്. ഓൺലൈൻ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ശുശ്രൂഷ ആപ്ലിക്കേഷനാണിത്. ഞാൻ ആദ്യമായി സാൻഡോ ആപ്പിനെ കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതും എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. എന്നാൽ പിന്നീട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ നേരിൽ കാണുവാനും അവരുടെ ദൈവാനുഭവം കേൾക്കുവാനും സാധിച്ചു. ഇതേ സംബന്ധിച്ച് വിശദമായൊരു ചർച്ച നമുക്ക് വൈകാതെ തന്നെ പങ്കുവയ്ക്കാം. അതിനു മുമ്പ് സാൻഡോ ആപ്പിനെ കുറിച്ചും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, എന്താണ് സാൻഡോ കത്തോലിക് ആപ്പ്? ഉത്തരം വളരെ ലളിതമാണ്. കത്തോലിക്ക സഭയിലെ എല്ലാ പ്രാർത്ഥനകളും ആരാധനാനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാൻഡോ കത്തോലിക് മിഷൻ്റെ ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷനാണ് സാൻഡോ കത്തോലിക് ആപ്പ്. പ്രാർത്ഥനകൾ ഓഡിയോ രൂപത്തിലും വീഡിയോ രൂപത്തിലും ടെക്സ്റ്റ് ഫോർമാറ്റിലും ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതകളിലൊന്ന്. അനുദിന ജപമാലകളും വിശുദ്ധ കുർബാനയും ആരാധനാ ശുശ്രൂഷയും ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നതും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ലുത്തിനിയകളും നൊവേനകളും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജപമാല പ്രാർത്ഥനകളിൽ കരുണയുടെ ജപമാല, വിശുദ്ധ ഔസേപിതാവിനോടുള്ള ജപമാല, അങ്ങനെയുള്ള ജപമാലകളും പ്രാർത്ഥനകളും കത്തോലിക്ക വേദപാഠ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, കുട്ടികൾക്ക് വേണ്ടിയുള്ള വിശുദ്ധന്മാരുടെ വീഡിയോ രൂപത്തിലുള്ള കഥകളും കാർട്ടൂണുകളും അവരെ ത്രസിപ്പിക്കുന്ന മറ്റ് ആത്മീയപരമായിട്ടുള്ള വീഡിയോകളും ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അനേകം ഭക്തിഗാനങ്ങളും ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസും മറ്റ് വീഡിയോകളും ഇതിനൊപ്പം ബൈബിളിൻ്റെ ഓഡിയോ രൂപവും ഇതിലടങ്ങുന്നു. ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അനേകം സാധ്യതകൾ ഇത് തുറന്നു വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് കമ്മ്യൂണിറ്റി ഓപ്ഷൻ. ഭാവിയിൽ ഈ കമ്മ്യൂണിറ്റി ഓപ്ഷൻ ആത്മീയ മേഖലയിൽ ഒരു പുതിയ വഴിത്തിരിവ് തന്നെയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആത്മീയ മേഖലയിൽ കൂടുതൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു വ്യക്തിയുമായി, ഇതേ അഭിരുചിയുള്ള ആത്മീയ മേഖലയിൽ കൂടുതൽ വളരാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും ഒരു കൂട്ടായ്മയായി ദൈവത്തെ സ്തുതിക്കുവാനും തങ്ങളുടെ ദൈവാനുഭവങ്ങൾ ഒപ്പമുള്ളവരോട് ഷെയർ ചെയ്യുവാനും ഇതൊരു വേദിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വചനപ്രഘോഷണം. അനവധി ടാസ്കുകളും മത്സരങ്ങളും ഈ ആപ്ലിക്കേഷൻ്റെ ഭാഗമായി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായമാകാൻ നിലകൊള്ളുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രത്യേകതയാണ്. ഞാൻ ആപ്ലിക്കേഷൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കാരണം മറ്റൊന്നുമല്ല, ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് തുറന്നു വയ്ക്കുന്ന ആത്മീയ സാധ്യതകൾ. കാരണം ആത്മീയമായി വളരുവാനും പ്രാർത്ഥനയിൽ ഒന്നായിരിക്കുവാനും കൂട്ടായ്മയിൽ ശക്തിപ്പെടുവാനും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് ഒരൊറ്റ വിശ്വാസ സമൂഹമായി മാറി ഈശോ മിശിഹായെ പ്രഘോഷിക്കുവാനും സാൻഡോ ആപ്പ് ആത്മീയ വേദിയാകും. ഒരു 7 വയസ്സുകാരൻ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ കണ്ട സ്വപ്നത്തിൻ്റെ വർഷങ്ങൾക്കിപ്പുറമുള്ള സാക്ഷാത്കാരമാണ് സാൻഡോ ആപ്പ് എന്നും പറയാം. ഇത്രയും ആത്മീയ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇല്ല എന്നതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. സാൻഡോ ആപ്പ് പരിപൂർണമായും സൗജന്യമായ ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ ആധുനിക ലോകത്ത് അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി വളരണമെങ്കിൽ അതിന് സാമ്പത്തികമായ ഒരു അടിത്തറ കൂടിയേ തീരൂ, വരുമാനം കൂടിയേ തീരൂ. ഈ വരുമാനം ലഭ്യമാകണമെങ്കിലോ നമുക്കറിയാം പുറത്തു നിന്നുള്ള പരസ്യങ്ങൾ ഉണ്ടാവണം. എന്നാൽ ഇതൊരു ആത്മീയ വേദി ആവണം എന്നുള്ള നിർബന്ധമുള്ളതിനാൽ ഇത്തരം പരസ്യങ്ങൾ ഒഴിവാക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സാൻഡോ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ പ്രീമിയം വേർഷൻ എടുക്കുന്നവർക്ക് ഈ പരസ്യങ്ങൾ കൂടി ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ആധുനിക ലോകം സുവിശേഷവൽക്കരണത്തെയും സുവിശേഷ പ്രഘോഷണത്തെയും യാതൊരു രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലോകമല്ല. അതുകൊണ്ട് തന്നെ സാൻഡോ ആപ്ലിക്കേഷൻ പോലൊരു ആത്മീയ വേദി എല്ലാവിധത്തിലും പിന്തുണയ്ക്കേണ്ടത് ഒരു വിശ്വാസിയുടെ പരിപൂർണ ഉത്തരവാദിത്തമാണ്. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്ന സാൻഡോ ആപ്പ് പിന്തുണയ്ക്കുക വഴി നമ്മളും ആ സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാവുകയാണ്. തന്നെയുമല്ല, ആധുനിക ലോകത്തിൻ്റെ തൊഴിൽ സാധ്യതകൾ കൂടി തുറന്നു വെച്ചുകൊണ്ടുള്ള സുവിശേഷവൽക്കരണമായതിനാൽ ഇതുവഴി അനേകർക്ക് മുഴുവൻ സമയ സുവിശേഷ പ്രവർത്തകരായും ജോലി സാധ്യതകൾ തുറന്നു വയ്ക്കുന്ന ഒരു മാധ്യമമായും സാൻഡോ ആപ്പിനെ കാണാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പുറത്തു നിന്നുള്ള പരസ്യങ്ങൾ ഒഴിവാക്കി മുഴുവനായും ആത്മീയ ചൈതന്യത്തിൽ നിലനിർത്താൻ ഈ ശുശ്രൂഷ വേദിയെ വളർത്താൻ നമ്മൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ഇതിൻ്റെ പ്രീമിയം വേർഷൻ ഉപയോഗിക്കുകയും ഇവരെ പിന്തുണയ്ക്കുകയും വേണം. ഇല്ലെങ്കിൽ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കേണ്ട ഈ ആത്മീയ വേദി തുടക്കത്തിലെ നിഷ്ഫലമായി തീരും. അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് സുവിശേഷ പ്രഘോഷണത്തിൽ കാലഘട്ടത്തിൻ്റെ ആയുധം തന്നെയാണ്. സാൻഡോ മിഷനും സാൻഡോ ആപ്പും പണിയപ്പെട്ടിരിക്കുന്നത് കോടാനുകോടി ജപമാലകൾ നൽകിയ പിന്തുണയിലാണ്.
പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലാണ് നമുക്കും ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാം.